ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഒരു പാനിലേക്ക് 1.5 കപ്പ് വെള്ളവും ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ടെടുക്കണം. മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതിലേക്ക് 1 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കണം. ചെറു ചൂടോടു കൂടെ തന്നെ ഇതിന് നന്നായിട്ട് കുഴച്ചിട്ടെടുക്കണം. അപ്പോൾ ഇത് തണുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത്ര സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാൻ ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് ചെറു ചൂടിൽ തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കാം. ശേഷം ഓരോന്നും ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുത്ത് നമ്മൾ ചപ്പാത്തി പ്രസ്സിൽ വെച്ചിട്ടൊന്ന് പരത്തിയിട്ടെടുക്കാം. ഇങ്ങനെ പ്രസ്സിൽ പരത്തിയ പത്തിരി ഒന്ന് നൈസായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പലകയിൽ വെച്ചിട്ട് ഒന്നും കൂടെ പരത്തിയിട്ടെടുക്കുന്നുണ്ട്. ഇതിലേക്ക് വേണ്ടി ഇനി നമ്മൾ മട്ടൺ റോസ്റ്റ് തയ്യാറാക്കാനായിട്ട് ഒരു കുക്കർ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, പട്ട, ഗ്രാമ്പൂ, ഏലക്ക, 2 വലിയ സവാള നീളത്തിലരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള നന്നായി സോഫ്റ്റായി വന്നതിന് ശേഷം ഇതിലേക്ക് 2 പച്ചമുളക്, ഒരൽപ്പം കറിവേപ്പില, 2 ടേബിൾ സ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് എന്നിവ ചേർത്ത് 2 മിനിറ്റ് വഴറ്റിയെടുക്കാം. ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെ സ്മെല്ല് പോയതിന് ശേഷം ഇതിലേക്ക് 2 മീഡിയം സൈസിലുള്ള തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. ഇനി ഇതിലേക്ക് മട്ടൺ ചേർത്ത് കൊടുക്കാം. ഇവിടെ ഏകദേശം ഒരു 1/2 കിലോ മട്ടനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് വലിയ പീസായിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇവ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് 2 മിനിറ്റ് ഒന്ന് ചൂടാവാനായിട്ട് വെയിറ്റ് ചെയ്യണം. മട്ടനെല്ലാം നല്ല ചൂടായി അതിൽ നിന്ന് വെള്ളം ഇറങ്ങി വരുന്ന സമയത്താണ് നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിന് വേണ്ട ഉപ്പ്, 1/4 ടീസ്പൂൺ ഗരം മസാല, 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരൽപ്പം മല്ലിയില. ഇവ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ആ മസാലയൊക്കെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. ഇവിടെ ഇപ്പോൾ ചുടുവെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മൾ എപ്പോഴും നോൺ വെജ് വയ്ക്കുന്ന സമയത്ത് അതിലേക്ക് ചുടുവെള്ളം തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ മട്ടൻ വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഓരോ കുക്കറിനനുസരിച്ച് നമ്മൾ വാങ്ങിക്കുന്ന മട്ടൻ്റെ വേവിനനുസരിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അതിനിടക്ക് നമ്മൾ നേരത്തെ പരത്തി വെച്ച പത്തിരി ഇത് ചുട്ടെടുക്കുന്നുണ്ട്. ഇതാ പത്തിരിയെല്ലാം ഇവിടെ ചുട്ടെടുത്ത് കഴിഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ മട്ടണെല്ലാം ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരൽപ്പം മല്ലിയില കൂടെ ചേർത്ത് നല്ല ചൂടോടെ തന്നെ വിളമ്പാം.
ഈ മട്ടൺ റോസ്റ്റിൻ്റെയും പത്തിരിയുടെ ടേസ്റ്റ് കൂട്ടാനായിട്ട് ഇതാ മറ്റൊരു സീക്രട്ട് റെസിപ്പി കൂടെ ഉണ്ട്. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ കൂടെ ഒഴിച്ചിട്ട് വേണം ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ മട്ടൻ കറിയും ഈ ഒരു പത്തിരി കോംബോ എങ്ങനെ ഉണ്ടെന്ന് എല്ലാവരും അറിയിക്കുക. ഇനി മറ്റൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.